കേരളം വീണ്ടും ഒരാരോഗ്യ അടിയന്തരാവസ്ഥയിലേക്കാണോ നീങ്ങുന്നത് എന്ന ചോദ്യം ഓരോ മലയാളിയുടെയും ഉള്ളിൽ ഇപ്പോൾ ഭയമായി അങ്ങനെ പടരുകയാണ്. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിക്കുകയും വയനാടും കൊല്ലത്തും തിരുവനന്തപുരത്തും ഷിഗല്ല ഭീതി പരത്തുകയും എറണാകുളത്ത് വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രതിദിന പനി ബാധിതരുടെ എണ്ണം 12,000 കടന്നിരിക്കുന്നു എന്നത് അങ്ങേയറ്റം ഗൗരവതരമായ ഒരു കാര്യമാണ്. ഈ കണക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പഴയ കോവിഡ് കാലത്തിൻ്റെയും അടച്ചുപൂടപ്പെട്ട ലോക്ക്ഡൗൺ ദിനങ്ങളുടെയും ഭീതിതമായ ഓർമ്മകൾ ഓടിയെത്തുക സ്വാഭാവികമാണ്. വീണ്ടും നാം വീടിനുള്ളിൽ തളയ്ക്കപ്പെടുമോ, നമ്മുടെ കുഞ്ഞുങ്ങളുടെയും പ്രായമായവരുടെയും ജീവൻ അപകടത്തിലാകുമോ തുടങ്ങിയ ചിന്തകൾ നമ്മെ അലട്ടുന്നുണ്ടാകാം. ഈ വില്ലന്മാർ നിസ്സാരക്കാരല്ല എന്നത് 100% സത്യമാണ്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ധമായി ഭയപ്പെടുകയല്ല, മറിച്ച് അറിവോടെയും ശാസ്ത്രീയമായ ജാഗ്രതയോടെയും ഈ സാഹചര്യത്തെ നേരിടുകയാണ് വേണ്ടത് എന്നതാണ്. എന്താണ് ശരിക്കും നമ്മുടെ ചുറ്റും സംഭവിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ ഏത് വലിയ മഹാമാരിയെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും. നിലവിലെ ആരോഗ്യ പ്രതിസന്ധിയെക്കുറിച്ച് വിശദമായി നമുക്കൊന്ന് മനസ്സിലാക്കാം. കോഴിക്കോടിനെ വീണ്ടും വിറപ്പിച്ചുകൊണ്ട് നിപ്പ വൈറസ് എന്ന കൊലയാളി രംഗത്തെത്തിയിരിക്കുന്നു. നിപ്പ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ 2018 ആ ഭയാനകമായ ദിനങ്ങളും വൈറസ് എന്ന സിനിമയിൽ നാം കണ്ട നടുക്കുന്ന യാഥാർത്ഥ്യങ്ങളുമാണ് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത്. വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഈ സൂനോട്ടിക് വൈറസ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന മരണനിരക്കുള്ള മാരകമായ വൈറസുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് നിപ്പ ഇത്രത്തോളം അപകടകാരിയാകുന്നത് എന്നതിന് കൃത്യമായ ശാസ്ത്രീയ കാരണങ്ങളുണ്ട്. പ്രധാനമായും വലിയ ഇനം പഴന്തീനി വവ്വാലുകളുടെ ശരീരത്തിലാണ് ഈ വൈറസ് സ്വാഭാവികമായി കാണപ്പെടുന്നത്. കോടിക്കണക്കിന് വർഷങ്ങളായി വവ്വാലുകൾ ഈ വൈറസിനെ ശരീരത്തിൽ വഹിക്കുന്നുണ്ടെങ്കിലും അവയ്ക്ക് ഇതുമൂലം യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രകൃതിയുടെ ഒരു വിരോധാഭാസം. എന്നാൽ അവ കടിച്ച് ഉപേക്ഷിച്ചു പോകുന്ന പഴങ്ങളിലൂടെയോ അവയുടെ മൂത്രം, ഉമിനീർ തുടങ്ങിയ സ്രവങ്ങൾ കലർന്ന പാനീയങ്ങളിലൂടെയോ ഈ വൈറസ് മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിച്ചാൽ അത് മാരകമായി മാറുന്നു. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ഈ പുതിയ അതിഥിയെ തിരിച്ചറിയാനോ പ്രതിരോധിക്കാനോ കഴിയാത്തതാണ് ഇതിന് കാരണം. കടുത്ത പനി, അസഹനീയമായ തലവേദന, ശ്വാസതടസ്സം, കടുത്ത ചുമ എന്നിവയോടൊപ്പം തന്നെ തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലൈറ്റിസ് അഥവാ മസ്തിഷ്ക ജ്വരം എന്ന അവസ്ഥയിലേക്കും ഇത് രോഗിയെ അതിവേഗം നയിക്കുന്നു. ഇത് രോഗിക്ക് കടുത്ത മാനസിക അസ്വസ്ഥതകൾ, സ്ഥലകാല വിഭ്രാന്തി എന്നിവ ഉണ്ടാക്കുകയും പെട്ടെന്ന് തന്നെ കോമ അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യും. രോഗം ബാധിച്ച ഒരാളിൽ നിന്നും അയാളുടെ സ്രവങ്ങളിലൂടെയും മറ്റും ഏറ്റവും അടുത്ത സമ്പർക്കം പുലർത്തുന്നവരിലേക്കും വൈറസ് അതിവേഗം പടരും. നിപ്പയെക്കുറിച്ച് സമൂഹത്തിൽ ചില തെറ്റിദ്ധാരണകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എല്ലാ വവ്വാലുകളും രോഗം പരത്തുന്നതാണ് എന്നതും പഴങ്ങൾ ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല എന്നതും അത്തരം മിഥ്യാധാരണകളിൽ ചിലത് മാത്രമാണ്. സത്യത്തിൽ നിലത്ത് വീണ് കിടക്കുന്നതോ പക്ഷികളോ മൃഗങ്ങളോ കടിച്ച ലക്ഷണങ്ങളുള്ളതോ ആയ പഴങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുകയാണ് നാം ആദ്യം ചെയ്യേണ്ടത്. വിപണിയിൽ നിന്നും വാങ്ങുന്ന പഴങ്ങൾ തൊലി കളഞ്ഞും ഉപ്പുവെള്ളത്തിലോ വിനാഗിരിയിലോ നന്നായി കഴുകിയും ഉപയോഗിക്കുന്നത് തികച്ചും സുരക്ഷിതമാണ്. രോഗം ബാധിച്ച മൃഗങ്ങളുമായോ രോഗികളുമായോ സുരക്ഷാ ഉപകരണങ്ങളില്ലാതെ അടുത്ത സമ്പർക്കം പുലർത്താതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രതിരോധം. ഓരോ തവണയും നിപ്പ വരുമ്പോൾ കേരളം കാണിക്കുന്ന കൂട്ടായ്മയും ആരോഗ്യ പ്രവർത്തകരുടെ അർപ്പണബോധവും തന്നെയാണ് ഈ പ്രതിസന്ധിയെയും മറികടക്കാൻ നമ്മെ സഹായിക്കുന്നത്. വയനാടും കൊല്ലത്തും തിരുവനന്തപുരത്തും ഇപ്പോൾ വലിയ തോതിൽ ഭീതി പടർത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാന വില്ലനാണ് ഷിഗല്ല. നിപ്പ പോലെയുള്ള വൈറസുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഷിഗല്ല ഒരു ബാക്ടീരിയൽ രോഗമാണ്. നമ്മുടെ കുടിവെള്ളത്തിലും ഭക്ഷണത്തിലും ഒളിച്ചിരുന്ന് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ബാക്ടീരിയ പ്രധാനമായും നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് ഇരയാക്കുന്നത്. മലിനമായ വെള്ളത്തിലൂടെയും കേടായതോ പഴകിയതോ ആയ ഭക്ഷണത്തിലൂടെയുമാണ് ഇത് ഏറ്റവും വേഗത്തിൽ സമൂഹത്തിൽ പടരുന്നത്. ചരിത്രത്തിൽ കോളറ പോലെയുള്ള രോഗങ്ങൾ എങ്ങനെയാണോ മനുഷ്യകുലത്തെ വേട്ടയാടിയത്, അതിന് സമാനമായ ഒരു ചെറിയ പതിപ്പാണ് ഷിഗല്ല ഉണ്ടാക്കുന്ന കുടൽ സംബന്ധമായ അണുബാധകൾ. ഷിഗല്ല ബാക്ടീരിയ നമ്മുടെ കുടലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് കുടലിൻ്റെ ആന്തരിക പാളികളെ അതിവേഗം നശിപ്പിക്കുകയും അവിടെ വലിയ തോതിലുള്ള അണുബാധയും വ്രണങ്ങളും സൃഷ്ടിക്കുകയും ചെയ്യുന്നു. കടുത്ത വയറിളക്കം, പലപ്പോഴും രക്തവും കഫവും കലർന്ന മലവിസർജനം, അസഹനീയമായ വയറുവേദന, വിറയലോടുകൂടിയ പനി, ഛർദി എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. പലപ്പോഴും സാധാരണ വയറിളക്കമാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തുനിന്ന് കഴിച്ചതിൻ്റെ അജീർണമാണെന്നോ കരുതി നമ്മൾ ഇതിനെ അവഗണിക്കാറുണ്ട്. എന്നാൽ ഇത് നിങ്ങളുടെയും കുട്ടികളുടെയും ജീവന് തന്നെ ഭീഷണിയാകുന്ന വലിയൊരു അബദ്ധമാണ്. പ്രത്യേകിച്ചും കുട്ടികളിൽ ഈ രോഗം വളരെ വേഗത്തിൽ നിർജ്ജലീകരണം ഉണ്ടാക്കുകയും വൃക്കകളുടെ പ്രവർത്തനത്തെ വരെ ബാധിക്കുന്ന ഹീമോലിറ്റിക് യൂറിക് സിൻഡ്രോം എന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യും. ഷിഗല്ലയെ പ്രതിരോധിക്കാൻ ഏറ്റവും മികച്ച മാർഗം വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും കർശനമായി പാലിക്കുക എന്നത് മാത്രമാണ്. കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം വെട്ടിത്തിളപ്പിച്ചതാണെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം. ഹോട്ടലുകളിൽ നിന്നും വഴിയോര കച്ചവടക്കാരിൽ നിന്നും തുറന്നു വെച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്നതും തിളപ്പിക്കാത്ത വെള്ളം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഐസ് ഇട്ട ജ്യൂസ് കുടിക്കുന്നതും ഈ സീസണിൽ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. മലമൂത്ര വിസർജനത്തിന് ശേഷവും ഡയപ്പറുകൾ മാറ്റിയ ശേഷവും ഭക്ഷണം പാകം ചെയ്യുന്നതിനും കഴിക്കുന്നതിനും മുൻപും സോപ്പും
വെള്ളവും ഉപയോഗിച്ച് കൈകൾ വളരെ വൃത്തിയായി കഴുകുക എന്ന അടിസ്ഥാന പാഠം നാം ഓരോരുത്തരും വീണ്ടും ശീലിക്കേണ്ടിയിരിക്കുന്നു. വായുവിലൂടെ പകർന്നു പിടിക്കുന്ന മറ്റൊരു അദൃശ്യ ശത്രുവാണ് H1N1 അഥവാ പന്നിപ്പനി. ഇൻഫ്ലുവൻസ എ എന്ന വൈറസ് കുടുംബത്തിലെ ഒരു വകഭേദമാണിത്. 2009 കാലഘട്ടത്തിൽ ഇതൊരു വലിയ ആഗോള മഹാമാരിയായി പടർന്നു പിടിച്ചിരുന്നു. ഇന്ന് അതൊരു സാധാരണ സീസണൽ പനിയായി മാറിയിട്ടുണ്ടെങ്കിലും പ്രതിരോധശേഷി കുറഞ്ഞവരിൽ ഇതിന്റെ പ്രഹരശേഷി ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. രോഗബാധിതനായ ഒരാൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ പുറത്തുനിന്ന് വരുന്ന അനേകായിരം സൂക്ഷ്മമായ ജലകണങ്ങളിലൂടെയാണ് ഈ വൈറസ് അന്തരീക്ഷത്തിൽ പടരുന്നത്. ആ വായു ശ്വസിക്കുന്ന ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിലേക്ക് ഈ വൈറസ് ശ്വാസനാളം വഴി വളരെ എളുപ്പത്തിൽ പ്രവേശിക്കുന്നു. സാധാരണ പനിക്ക് സമാനമായ ലക്ഷണങ്ങളാണ് ഇതിനും ആദ്യഘട്ടത്തിൽ ഉള്ളത്. ഉയർന്ന പനി, തൊണ്ടവേദന, കടുത്ത ചുമ, ശരീരവേദന, കഫക്കെട്ട്, കടുത്ത ക്ഷീണം എന്നിവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. പലരും ഇതൊരു സാധാരണ വൈറൽ പനിയായി തള്ളിക്കളയുകയും മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും സ്വയം ഗുളിക വാങ്ങി കഴിച്ച് ജോലിക്ക് പോവുകയും ചെയ്യാറുണ്ട്. ഇത് സമൂഹത്തിൽ രോഗം അതിവേഗം പടരാൻ കാരണമാകുന്നു. മാത്രമല്ല, ശ്വാസകോശത്തെ അതിവേഗം ബാധിക്കുന്ന ഈ വൈറസ് വൈകാതെ തന്നെ ന്യൂമോണിയ പോലെയുള്ള ഗുരുതരമായ അവസ്ഥകളിലേക്ക് രോഗിയെ എത്തിക്കും. പ്രമേഹം, ആസ്മ, ഹൃദ്രോഗം പോലെയുള്ള മറ്റ് അസുഖങ്ങളുള്ളവരിലും ഗർഭിണികളിലും പ്രായമായവരിലും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലും ഇത് കൂടുതൽ മാരകമായി മാറാൻ സാധ്യതയുണ്ട്. പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് ആശുപത്രികളിലോ തിരക്കുള്ള സ്ഥലങ്ങളിലോ പോകുമ്പോൾ നിർബന്ധമായും മാസ്ക് ധരിക്കുക എന്നതാണ് ഈ രോഗത്തെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല വഴി. കോവിഡ് കാലത്ത് നാം ശീലിച്ചതും എന്നാൽ ഇപ്പോൾ മറന്നു തുടങ്ങിയതുമായ മാസ്ക് ഉപയോഗം വീണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എറണാകുളത്ത് ഇപ്പോൾ ഭീതി പടർത്തുന്ന വെസ്റ്റ് നൈൽ പനിയും ഇതിനോടൊപ്പം നാം വളരെ ഗൗരവത്തോടെ ചേർത്ത് വായിക്കേണ്ടതാണ്. ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകൾ വഴി പകരുന്ന ഈ രോഗം മനുഷ്യന്റെ നാഡീവ്യൂഹത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്. പലരിലും ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകില്ലെങ്കിലും പ്രതിരോധശേഷി കുറഞ്ഞവരിൽ ഇത് മസ്തിഷ്ക ജ്വരത്തിനോ മെനിഞ്ചൈറ്റിസിനോ കാരണമാകാം. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളും മഴക്കാലത്ത് അശാസ്ത്രീയമായി കെട്ടിക്കിടക്കുന്ന വെള്ളവും കൊതുകുകൾ വലിയ തോതിൽ പെരുകാൻ കാരണമാകുന്നതാണ് വെസ്റ്റ് നൈൽ ഉൾപ്പെടെയുള്ള കൊതുകുജന്യ രോഗങ്ങൾ ഇത്രയധികം വർദ്ധിക്കാൻ കാരണം. ഇങ്ങനെ സമഗ്രമായി നോക്കുമ്പോൾ വൈറസുകളും ബാക്ടീരിയകളും കൊതുകുകളും ഒരേ സമയം വ്യത്യസ്ത ദിശകളിൽ നിന്നും നമ്മെ ആക്രമിക്കുന്ന ഒരു അസാധാരണമായ ആരോഗ്യ അടിയന്തരാവസ്ഥയിലൂടെയാണ് കേരളം കടന്നുപോകുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ പ്രതിസന്ധിയെ എങ്ങനെ ശാസ്ത്രീയമായി മറികടക്കാം എന്നതാണ് നാം ഗൗരവമായി ചിന്തിക്കേണ്ടത്. രോഗങ്ങൾ വരുന്നതിന് മുമ്പ് തടയുക എന്നതാണ് ഏറ്റവും ബുദ്ധിപരമായ നീക്കം. അതിനായി നാം സ്വീകരിക്കേണ്ട ചില അടിസ്ഥാന മുൻകരുതലുകളുണ്ട്. ആദ്യമായി നമ്മുടെ ഭക്ഷണ രീതികളിലും കുടിവെള്ളത്തിലും അതീവ ശ്രദ്ധ പുലർത്തുക. വെള്ളം എപ്പോഴും വെട്ടിത്തിളപ്പിച്ച് മാത്രം കുടിക്കുക. പഴങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് അവ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുകയും അവയെ നന്നായി വളരെ വൃത്തിയായി കഴുകുകയും ചെയ്യുക. രണ്ടാമതായി, കൈകളുടെ ശുചിത്വം ഉറപ്പാക്കുക. പുറത്തുപോയി വരുമ്പോഴും ആഹാരത്തിന് മുൻപും ശേഷവും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കുന്നത് അനേകം രോഗങ്ങളെ പടിക്ക് പുറത്തു നിർത്തും. മൂന്നാമതായി, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെ തടയാൻ പൊതുയിടങ്ങളിൽ മാസ്ക് കൃത്യമായി ഉപയോഗിക്കുക. ഇത് നിങ്ങളുടെ മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ള സമൂഹത്തെയും സുരക്ഷിതമാക്കും. സ്വയം ചികിത്സ കർശനമായി ഒഴിവാക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു കാര്യം. സാധാരണ പനിയാണെന്ന് കരുതി സ്വന്തമായി ചികിത്സിക്കുന്നത് പലപ്പോഴും രോഗം ഗുരുതരമാക്കാനേ ഉപകരിക്കൂ. പനിയോ കടുത്ത തലവേദനയോ വയറിളക്കമോ മറ്റ് അസ്വാഭാവിക ലക്ഷണങ്ങളോ കണ്ടാൽ ഉടൻ തന്നെ ഒരു യോഗ്യനായ ഡോക്ടറെ സമീപിച്ച് കൃത്യമായ പരിശോധനകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഓരോ രോഗത്തിനും അതിൻ്റേതായ ശാസ്ത്രീയ ചികിത്സാ രീതികളുണ്ട്. അത് കൃത്യസമയത്ത് ലഭ്യമായാൽ ഏത് മാരകമായ രോഗത്തെയും നമുക്ക് അനായാസം തോൽപ്പിക്കാൻ കഴിയും. ചുരുക്കത്തിൽ, കേരളം വീണ്ടും ഒരു ലോക്ക്ഡൌണിലേക്ക് പോകുമോ എന്ന ചിന്തയിൽ അനാവശ്യമായി ഭയപ്പെടേണ്ടതില്ല. മറിച്ച് നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഓരോ വ്യക്തികളിൽ നിന്നും ഓരോ വീടുകളിൽ നിന്നും തുടങ്ങേണ്ടതുണ്ട്. കോവിഡ് പോലെയുള്ള വലിയൊരു മഹാമാരിയെയും പ്രളയം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളെയും ലോകത്തിന് തന്നെ മാതൃകയാക്കുന്ന രീതിയിൽ നേരിട്ടവരും അതിജീവിച്ചവരുമാണ് നമ്മൾ മലയാളികൾ. ആ ഒരു വലിയ ആത്മവിശ്വാസം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും വ്യക്തിശുചിത്വം നമ്മുടെ ദൈനംദിന ജീവിതചര്യയുടെ ഭാഗമാക്കുകയും ചെയ്യുക. സമൂഹ മാധ്യമങ്ങളിലൂടെ പരക്കുന്ന വ്യാജ വാർത്തകളിലും അടിസ്ഥാനമില്ലാത്ത വാട്സാപ്പ് സന്ദേശങ്ങളിലും വിശ്വസിച്ച് ഭയപ്പെടുന്നതിന് പകരം ശാസ്ത്രീയമായ അറിവുകൾ നേടുകയും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും ചെയ്യുക. ഓർക്കുക, അന്ധമായ ഭയമല്ല, കണ്ണു തുറന്നുള്ള ജാഗ്രതയാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. ആത്മവിശ്വാസവും ശാസ്ത്രീയമായ കരുതലുമുണ്ടെങ്കിൽ ഏത് വലിയ പ്രതിസന്ധിയെയും നമുക്ക് ഒരുമിച്ച് അതിജീവിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.